പിന്നെ ഒരു 12 ദിവസത്തേക്ക് നിങ്ങൾ വ്യായാമം നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെ കാർഡിയോ ആക്ടിവിറ്റി ഇത് വളരെ കുറയും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ നോമ്പൊക്കെ കഴിഞ്ഞ് കാർഡിയാക് ആക്ടിവിറ്റി കൂടുതൽ തുടങ്ങുമ്പോൾ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അത് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ ചെറിയൊരു സൈക്ലിംഗ് പോലത്തതൊക്കെ ഇഫ്താറിന് ശേഷം ചെയ്യാൻ വേണ്ടി നോക്കുക. നോമ്പ് കാലത്ത് ഉണ്ടാകുന്നത് തന്നെ നമ്മളെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകുന്നുള്ളതാണ് ആ വർക്കൗട്ട് നിർത്തി കഴിഞ്ഞാൽ. മസിൽ ആക്ടിവിറ്റി കുറയുകയും അവസാനം അതിൻ്റെ ശേഷി കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ചെറിയ മസിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സ്ക്വാറ്റുകൾ, പുഷപ്പുകൾ ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും എക്സസൈസുകളൊക്കെ ഇഫ്താറിന് ശേഷമോ അല്ലെങ്കിൽ നോമ്പ് നോൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ എക്സസൈസ് നിർത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം ഗണ്യമായിട്ട് കുറയും. അപ്പോൾ എന്താവും, നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കഴിവ്, നമുക്കൊരു കാര്യത്തിൽ